ഒരു സ്ട്രോക്ക് പേഷ്യന്റിന് സ്പീഡ് റിക്കവറി എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ശരിക്കും പലരുടെയും ധാരണ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് ബെഡ് റിഡൺ ആയിട്ടോ അല്ലെങ്കിൽ വീൽ ചെയർ ബൗണ്ടഡ് ആയിട്ടോ കാലാകാലം കഴിയണം എന്നുള്ളതാണ് പലരുടെയും ധാരണ. പക്ഷെ കറക്റ്റായിട്ട് ആ ICU മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ മെഡിക്കൽ മാനേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് റീഹാബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രോക്ക് പേഷ്യന്റിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സ്ട്രോക്ക് വന്നിട്ട് ആദ്യത്തെ ഒരു 3 മാസം ആക്ച്വലി സ്പീഡി റിക്കവറിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള റീഹാബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് പേഷ്യന്റിനെ തിരിച്ച് ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റാവുന്നതാണ്. നമ്മൾ ആയുർസിഹ ഹോസ്പിറ്റലിൽ ആയുർവേദം, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി ഇവയെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റീഹാബാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ പഞ്ചകർമ്മ ചികിത്സ വഴി നമുക്ക് ഞരമ്പുകൾ, നാഡികളെയും ബ്രെയിനിലൊക്കെ ഉത്തേജിപ്പിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിലേക്കുള്ള മെഡിസിൻസ് കഴിച്ച് അതിൻ്റെ ഒപ്പം തന്നെ പലർക്കും സ്പീച്ച് ഇഷ്യൂ ഉണ്ടാകും. അവർക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നു, ഒക്യുപേഷണൽ തെറാപ്പി കൊടുക്കുന്നു, ഫിസിയോതെറാപ്പി കൊടുക്കുന്നു. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്നത് വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം വിത്തിൻ 2 years 18 months ആ ഒരു 1.5 to 2 വർഷം എന്നുള്ളത് സ്ട്രോക്ക് പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ